ഹലോ, ഈ കുലുങ്ങി കുലുങ്ങി പോകുന്ന എവിടേക്കാണെന്നറിയോ? ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. പോകുന്ന വഴി അടിപൊളിയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുലുക്ക്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ നെയ്വടയുടെ കട കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു 100 രൂപയ്ക്ക് കുറച്ച് നെയ്വട വാങ്ങിച്ചു. അങ്ങനെ ഇന്ന് വേറെ ആരുമില്ല ഗൈസ്, ഇന്ന് ഞാനും ചിമ്പും മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. മക്കളെല്ലാവരും വീട്ടിലാണ്. വീഡിയോ എടുക്കുകയാണെന്ന് മനസ്സിലായിട്ട് ആൾ നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ചിരി പൊട്ടും, ചിരി പൊട്ടി. അങ്ങനെ വൈകാതെ തന്നെ നേരെ ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ജിംബുനെയാണ് കേട്ടോ അതിന് ഡോക്ടറെ കാണിച്ചത്. കാരണം ആളുടെ 2-3 പല്ല് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ആദ്യം തന്നെ ആളെ ഞാൻ ഇരുത്തി കേട്ടോ. അങ്ങനെ പല്ലിളക്കി നോക്കുന്നതിനിടയിൽ ഡോക്ടർ വേറെ സംഭവം കണ്ടുപിടിച്ചു കേട്ടോ. പെർമനൻ്റ് ആയിട്ട് വരുന്ന അണപ്പല്ലുണ്ടല്ലോ, അതിൽ ചെറിയ രീതിയിൽ കാവിറ്റീസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ പല്ലിളക്കിൽ നമ്മൾ പിന്നെ ആക്കി മാറ്റി വെച്ചു കേട്ടോ. കാരണം ഇതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം മക്കളൊക്കെ വീട്ടിലായതുകൊണ്ട്. മക്കളൊന്നും ഇല്ലാതെ അമ്മയുടെ കൂടെ എൻജോയ് ചെയ്യാൻ വന്ന ജിംബുവാണ് കേട്ടോ. ആൾക്ക് നല്ല 8ൻ്റെ പണി കിട്ടി. അപ്പോൾ ആദ്യം ഡോക്ടർ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാവും, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വേദനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ വേദനിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈപൊക്കിയാൽ മതി എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം തന്നെ ആളുടെ മുഖമൊക്കെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല കേട്ടോ. ആൾ കറക്റ്റ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാം കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ജിംബുവിൻ്റെ പല്ല് കൂടുതൽ കേട് വന്നത് അപ്പൂനെ പ്രഗ്നൻ്റ് ആക്കുന്ന സമയത്താണ് കേട്ടോ. കാരണം ആ സമയത്താണല്ലോ നമുക്ക് കൂടുതലും മക്കളെ നോക്കാൻ പറ്റാത്തത്, അതുപോലെ ഡെലിവറി കഴിഞ്ഞ സമയത്ത്. അതുകൊണ്ട് തന്നെ ജിംബുവിൻ്റെ പല്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കണ്ണനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും അതുപോലെ ഡെലിവറി കഴിഞ്ഞ സമയത്തും ഞാൻ ഇവരെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാര്യത്തിൽ. പിന്നെ ഈ ഡോക്ടറെ അടുത്ത് ഞാനൊരു 3 സിറ്റിംഗ് ആയിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒത്തിരി നല്ല കാര്യങ്ങളും മക്കളുടെ ടീത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 45 മിനിറ്റ്സ് അപ്പോഴേക്കും പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് നാട്ടുകളിലൊന്ന് പോകാനുണ്ടായിരുന്നു, ഒരു കൊറിയർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്കുള്ളൊരു പാടമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസാണ് ഇത്. ഓരോ സീസൺ അനുസരിച്ചും ഓരോ കൃഷിയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. വീട്ടിലെത്തിയ ഉടനെ ജിംബു കൊറിയർ ഓപ്പൺ ആക്കി കേട്ടോ. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് IVT വണ്ടേഴ്സ് അയച്ചു തന്നാണ് കേട്ടോ. ഇത് ശരിക്കും അപ്പൂന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ജിംബുവിനും ആപ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ വെരി സ്മൂത്ത് ആയിട്ടുള്ള പേജസ് ആണ് കേട്ടോ. ഷാർപ്പ് എഡ്ജുകളൊന്നും ഇല്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യാനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.